ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പട്ടായ ഗേൾസ് ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അവർ 3 പേര് ഇരുന്നിട്ട് പറയുന്നുണ്ട് ടോപ്പ് 5 ആരൊക്കെ. അനുമോൾ, നൂറ ആൻഡ് ആദിലയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനുമോളുടെ അഭിപ്രായം അനുമോൾ പറയുന്നുണ്ട് സാബുമാൻ എന്തായാലും വരും. കാരണം ലാലായിട്ട് സംസാരിക്കുമ്പോൾ സാബുമാൻ നല്ല സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പൊക്കി വയ്ക്കുന്നുണ്ട്. അതുപോലെ ആ ഓഡിയൻസിൻ്റെ കയ്യടി കേൾക്കാം സാബുമാൻ സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് ഒന്ന് സാബുമാനാണ്. പിന്നെ ഒന്ന് അക്ബർ, നെഗറ്റീവ് ഷെയ്ഡാണെങ്കിലും അക്ബറും വരും, നെവിനും വരുന്നുണ്ട്. പിന്നെ അനിഷേട്ട് എന്തായാലും വരുന്നുണ്ട്. പിന്നെ നൂറയ്ക്ക് ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെ 5 പേര് വരുന്നു അനുമോൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിലെന്തായാലും ടോപ്പ് 5 വരെ ഉണ്ടാവും എന്ന്. അപ്പോൾ അതിൽ പറഞ്ഞത് അതെന്താ, അത് നൂറയ്ക്ക് ഡയറക്റ്റ് അങ്ങോട്ട് എത്തിയത് കൊണ്ട് തന്നെ ആരും നോമിനേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നൂറയുടെ വോട്ടും കൂടിയിട്ട് അതിലേക്ക് കിട്ടുമല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പം പക്ഷെ അനുമോൾ പറയുന്നത് എന്നെ എല്ലാവർക്കും ദേഷ്യമായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ട്, മറ്റു 2 പേരും പറയുന്നത് ഇല്ലില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീയും ടോപ്പ് 5 എത്തുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ എന്ത് പറയണേ കൈയടിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഓഡിയൻസ്. അതുപോലെ ലാലേട്ടൻ എപ്പോൾ വന്നാലും എന്നെ ചീത്ത മാത്രമേ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ആൾ പുറത്ത് ഹീറോയിൻ ആയിരിക്കൂടി, അത് നിനക്കറിയില്ലേ, എല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. സാബു കണ്ട പണ്ടത്തെ സീസണിൽ ഒരു അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു സീസണിൽ ഒരു അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, പ്രണയ ജോഡി ഉണ്ടായിരുന്നു, അർജുൻ ഷീതു. അവർ 2 പേരും, അർജുൻ ഭയങ്കര സൈലൻ്റ്, സാബുവിൻ്റെ പോലത്തെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. പക്ഷേ അർജുൻ സാബുവിൻ്റെ പോലെ അല്ല കേട്ടായിരുന്നു. അർജുൻ നല്ല കളിക്കാരനാണ്, മാത്രമല്ല പറയേണ്ട സമയത്ത് പറയാറുണ്ട്. പക്ഷേ ആൾ സൈലൻ്റ് ആയിരുന്നു. സാബു അങ്ങനെ വളരെ സൈലൻ്റ് ആണ്, പറയേണ്ട സമയത്ത് പോലും പറയുന്നില്ല. പിന്നെ ഇവനെതിരെ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് സാബുവും അർജുനും ഒരുപോലെയാണെന്ന് പറയുന്നത്. അപ്പം തന്നെ അനുമോൾക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അനുമോൾ മൈക്ക് ധരിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൈക്ക് മാറ്റിയിട്ടിട്ടാണ് ഇവർ ഈ സംസാരിച്ച് ചെയ്യുന്നത്. അവർക്ക് എത്ര പറഞ്ഞാലും ഈ പട്ടായ ഗേൾസ് അത് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അനുമോൾ അവിടെ നിന്ന് എണീറ്റ് ആരോ വിളിച്ചിട്ട് എണീറ്റ് പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ നൂറയും അതിലെയും കൂടി സംസാരിക്കുന്നുണ്ട്. അതെ ബേബി, ആ കാർ ടാസ്കിലില്ലേ നിങ്ങളൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ അനുമോൾ എന്നെ ബാക്കിലോട്ട് വിളിച്ചു. അപ്പോൾ അനുമോളും ആ അക്ബർ മാത്രമേ ബാക്കിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞാൻ, അനീഷേട്ടൻ, അതുപോലെ ആര്യൻ, 3 പേരുള്ളപ്പോൾ അനുമോൾ എന്നോട് പറഞ്ഞു നീ ബാക്കിലോട്ട് വാന്ന്. അപ്പോൾ അക്ബർ എന്ത് ചെയ്തെന്നറിയോ, കാല് വിടർത്തി വെച്ചിരുന്നു, എന്നെ അങ്ങോട്ട് കയറ്റൂല എന്ന് വിചാരിച്ചിട്ട് വിടർത്തി വെച്ചിരുന്നു. അപ്പോൾ മോളെങ്ങനെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട് ആദില. നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കില്ലായിരുന്നേ. അവർ ഞാൻ കണ്ടു ബേബി, ഇയാളൊരു വൃത്തികെട്ട മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കേട്ടോ. കാരണം നൂറയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കും ജനങ്ങൾക്ക്. ആൾ ഇങ്ങനെ പാവം പിടിച്ച പോലെ ഇരുന്ന് വീട്ടുകാരെ കുറിച്ച് പറയുമ്പോഴും പാവം പിടിച്ച പോലെ ഇരുന്ന് അങ്ങനെ ഇട്ട് കൊടുക്കും. അതിലേക്ക് അങ്ങനെയില്ല, അതിലൊക്കെ ഇട്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നൂറങ്ങനെ ഇട്ട് കൊടുക്കണം, അയാളൊരു വൃത്തികെട്ട മനുഷ്യനാണ്, ആളുകളെ കബളിപ്പിച്ചിട്ട് എന്തിനാലേ ബേബി